ഒരു ഗുരുവിന്റെ മൊഴികൾ സ്പർശിക്കാതെ കടന്നു പോകുന്ന ഒരു ജീവിതവും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. വിദ്യാവിഹീനരായ മനുഷ്യരുടെ ജീവിതത്തിൽ പോലും ഒരു ഗുരുവിന്റെ സ്വാധീനമുണ്ട്. ഒരു ഗുരുവിന്റെ സാന്നിധ്യം അവരുടെയൊക്കെ ജീവിതത്തിൽ പോലും കടന്നു പോകുന്നുണ്ട്. ഒരുപക്ഷെ അത് അവരുടെ മാതാപിതാക്കളാവാം, അല്ലെങ്കിൽ കൂടെ ജനിച്ചു വളർന്ന സഹോദരങ്ങളാവാം, അതുമല്ലെങ്കിൽ ജീവിത വഴിയിൽ കൂട്ടുകൂടിയ സുഹൃത്തുക്കളാവാം. ആരെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഗുരുവിന്റെ വേഷം കെട്ടി കടന്നു പോകുന്നുണ്ട്. ഗുരുവിനെ അനുകരിക്കുക ഒരു ശിഷ്യന്റെ ഉത്തരവാദിത്വമാണ്. അവൻ കാട്ടിത്തന്ന നന്മകളെ സ്വായത്തമാക്കുക, അവൻ പകർന്നു തന്ന വഴിയിലൂടെ സഞ്ചരിക്കുക, അതൊരു ശിഷ്യന്റെ ഉത്തരവാദിത്വമാണ്. ഈ ഉത്തരവാദിത്വം തിരിച്ചറിഞ്ഞ ഒരു മനുഷ്യനായിരുന്നു അസീസിയിലെ ഫ്രാൻസിസ്. തൻ്റെ ഗുരു എങ്ങനെ ജീവിച്ചുവോ അതുപോലെ ജീവിക്കുവാൻ ആഗ്രഹിച്ച മനുഷ്യനായിരുന്നു അസീസിയിലെ ഫ്രാൻസിസ്. അതുകൊണ്ടാണ് ലോകം ഫ്രാൻസിസിനെ നോക്കി പറഞ്ഞത്, നീ രണ്ടാമത്തെ ക്രിസ്തുവാണ്. നീ നിന്റെ ഗുരുവിനെ പോലെ ജീവിച്ചു കാണിച്ചു. നീ നിന്റെ ഗുരു പകർന്നു തന്നത് പകുത്തു നൽകി. നിന്റെ ഗുരു പഠിപ്പിച്ചു തന്നത് നീ പറഞ്ഞു കൊടുത്തു. നീ അത് നിന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി. പ്രിയമുള്ളവരെ, ഗുരു പകർന്നു തന്ന അറിവുകൾ സ്വായത്തമാക്കി ആ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ ഫ്രാൻസിസ് ഈശോയെ ആകുന്ന ഗുരുവിനെ അനുകരിച്ചതുപോലെ ആ ക്രിസ്തുവിന്റെ പാഠങ്ങൾ പിന്തുടർന്ന് നല്ലൊരു ശിഷ്യനായി ഈ ഭൂമി നമുക്ക് ജീവിക്കാം.